ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്ലാന്റുകളെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് കൂടി അയക്കാനുള്ളൂ. അത് 2 ദിവസത്തിനകം അവർക്ക് ട്രാക്കിംഗ് ഐ ഡി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം അവർ നോക്കിയാൽ മതി, ട്രാക്ക് ചെയ്ത് നോക്കിയാൽ മതി. കൊൽക്കത്തയിൽ നല്ല മഴയുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടേ അയക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് താമസിക്കുന്നത് പ്ലാന്റുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക്, അതായത് അഡീനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ജീവികൾ അതിൻ്റെ നീരൂറ്റി കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. പൂമൊട്ട് കൊഴിച്ചിൽ ആണ് ഒത്തിരി കസ്റ്റമർ എന്നെ വിളിച്ച് ചോദിച്ചു, പൂമൊട്ടുകൾ കൊഴിയുന്നു, വിടരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഒന്നാമതായി പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനമാണ്. ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് വളരെ വ്യത്യാസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാരണം. പിന്നെ അധികമായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും പൂമൊട്ടുകൾ കൊഴിയാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ബാധയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിനാലാണ് പൂമൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത്. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പൂക്കളുടെ ഇതൊക്കെ തിന്നുകൊണ്ട് പോയി. അപ്പോൾ അതൊക്കെ ഈ ചൂട് സമയത്താണ് ഇതുപോലുള്ള കീടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും, അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് മടിയന്മാരുടെ ചെടിയാണ് അഡീനിയം. അങ്ങനെയൊന്നുമല്ല, ഒന്നും നോക്കിയൊന്നും വേണ്ട, അങ്ങ് പിടിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോകൾ ഇടുന്നുണ്ട്. പക്ഷേ അഡീനിയം നമ്മൾ നല്ലതുപോലെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അഡീനിയത്തിന് നമുക്ക് ഇതുപോലെ നല്ല പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അഡീനിയത്തിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ കാക്ക എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇത് വിഷമുള്ള സാധനമൊന്നുമല്ല. ഇത് നമ്മുടെ പച്ചക്കറികൾക്കും എല്ലാം അടിക്കാവുന്ന ഒരു സാധനമാണ്. ഓൺലൈനിൽ ആമസോണിലൊക്കെ ഇത് കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഇതിൻ്റെ ചുവടെ കൊടുത്തിരിക്കാം. അതുപോലെ നീം ഓയിൽ, നമ്മുടെ വേപ്പെണ്ണയും സോപ്പ് ലായനിയും കൂടി ചെറുതായിട്ട് ലിക്വിഡ് വാഷ് ഉണ്ടല്ലോ, അതും കൂടി വളരെ ലയിപ്പിച്ച് അടിച്ചു കൊടുക്കാവുന്നതാണ് ഇതിനൊക്കെ പരിഹാരം. കീടബാധതയ്ക്ക് നല്ലൊരു പരിഹാരമാണ് ഈ 2 മരുന്ന്. അതുപോലെ തന്നെ ഒത്തിരി ജൈവവളങ്ങൾ നമ്മൾ അഡീനിയത്തിന് കൊടുക്കരുത്. പലരും പച്ചക്കറി വേസ്റ്റൊക്കെ വാരി ഇട്ട് കൊടുക്കുന്നത് പല വീഡിയോകളിലും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ അതിൽ നിന്നും തന്നെ ഉണ്ടാകും. എന്തെങ്കിലും റൂട്ടിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ ആയിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ചെറിയ പുഴുക്കളൊക്കെ കയറി അഡീനിയത്തിൻ്റെ ചുവട് ഭാഗമൊക്കെ നശിപ്പിച്ച് എല്ലാം തീർക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇതുപോലെ പൂമൊട്ടുകൾ ഈ കൊഴിയുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റേതാണ് ഏറ്റവും കൂടുതലായി സംഭവിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കീടങ്ങളുടെ ആക്രമണം, ഇതുപോലുള്ള ചെറിയ കീടങ്ങൾ, സ്പൈഡർ മൈറ്റ്, റെഡ് സ്പൈഡർ മൈറ്റ് എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ട് വളരെയധികം പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്ന ഒരു സ്പൈഡർ മൈറ്റ്സ് ആണ് റെഡ് മൈറ്റ്. അപ്പോൾ അത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ഇലകളുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിച്ച് ആ ഇല അരിപ്പ പോലെ ആക്കിയതിന് ശേഷം ആ ചെടി ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്പൈഡർ മൈറ്റ് ബാധിച്ച ഒരു ചെടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ഇതിപ്പം സൂം ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ നേരെ നോക്കിയാൽ പൊടി ഇരിക്കുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതാണ് ഇതിൻ്റെ അഡീനിയത്തിൻ്റെ ഏറ്റവും വലിയ അപകടകാരി എന്ന് വേണമെങ്കിൽ പറയാം. ഇലകളുടെ അടിഭാഗത്തായിരിക്കും ഇവ ഉണ്ടാവുക. നല്ല ലെൻസൊക്കെ വെച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ജീവികളെ നമുക്ക് കാണാൻ പറ്റൂ. ഇതായിപ്പോൾ മൈക്രോവേവിൽ ഞാൻ കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു ചെറിയ ജീവി ഓടുന്നത് കണ്ടോ? ഇതാണ് സ്പൈഡർ മൈറ്റ്. ഇത് ഇലകളുടെ ഇതെല്ലാം തിന്ന് നശിപ്പിച്ചതിന് ശേഷം ഇത് ആ ചെടി വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഈ സ്പൈഡർ മൈറ്റ്. അപ്പോൾ അതിനെ വളരെയധികം സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച അതുപോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരുവിധം ഒഴിവാക്കാൻ കഴിയും. ഇതാണ് റെഡ് സ്പൈഡർ മൈറ്റ്. ചൂട് സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇവിടെ നിന്നല്ല, എല്ലാ
കീടങ്ങളുടെയും ആക്രമണം വരുന്നത് ഈ ചൂട് സമയത്തായിരിക്കും. അപ്പോൾ ഈ സ്പൈഡർ മൈറ്റ് ബാധിച്ച ചെടിയുടെ ഇലകൾ ഇതുപോലെ പച്ചയൊക്കെ പോയിട്ട് ഒരു വല്ലാത്ത കളറിൽ ഇങ്ങനെ അരിപ്പ പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചുവട് ഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഈ സ്പൈഡർ മൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലൊക്കെ ഇത് ബാധിച്ച് എല്ലാ ചെടികളെയും നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ സ്പൈഡർ മൈറ്റ്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ആ സാധനം. ഇതിപ്പോൾ വളരെയധികം സൂം ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അടിഭാഗത്ത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്തെങ്കിൽ മാത്രമേ ഇവയുടെ ശക്തമായ ആക്രമണത്തിനെ നമുക്ക് ഒരുവിധം നിയന്ത്രിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാഫ് ഫംഗിസൈഡും കൂടെ നമുക്ക് കൊടുക്കണം. ഇതിൻ്റെ ചുവട്ടിലും ഇലകളിലുമൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ NPK 19-19-19. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഈ ഒബിറോൺ എന്ന മരുന്ന് നമുക്ക് ഓൺലൈനിൽ കിട്ടും. അധീനത്തിന് വളരെയധികം പ്രയോജനമുള്ള ഒരു മരുന്നാണ് ഈ ഒബിറോൺ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു പോയിസണാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. പക്ഷേ നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നല്ല ഒരു ഒത്തിരി വിലയുള്ള സാധനമാണ്. എന്നിരുന്നാലും ഇത് ഒരു 3 ഗ്രാം, അതുപോലെ നേരത്തെ കാണിച്ച കാക്ക എന്ന് പറയുന്ന ഈ മരുന്നും, ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒബിറോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു 2 മില്ലിയോ ഒക്കെ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് അടീനത്തിനുണ്ടാകും. നല്ല രീതിയിൽ വളർച്ചയുണ്ടാകും. അതുപോലെ തന്നെ കീടബാധ ഉണ്ടാകുന്നതുകൊണ്ടാണ് വളർച്ച കുറയുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒബിറോൺ എന്ന ഈ മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടീനത്തിനെ ഈ രോഗബാധയിൽ നിന്നൊക്കെ രക്ഷിച്ച് നല്ല അടീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ടതിന്. ഇപ്പോൾ ഒത്തിരി പേര് ഈ മുട്ട് പൊഴിയുന്നത് ചോദിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.